എന്താടി നിങ്ങൾക്കിന്ന് പതിവില്ലാത്തൊരു കലപില? നിന്നെ തിന്നാമെന്നൊന്നും അല്ല ഒറ്റ എന്ന് വിചാരിച്ച് വേറൊരുത്തനെ കൊണ്ട് ഇത് തീറ്റിക്കുകയില്ല. നാരായണൻ ഉണ്ണാക്കനാണെന്ന് നിനക്കൊരു ധാരണയുണ്ടല്ലേടി? അയ്യോ, നാണുവേട്ടൻ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. വേണ്ട വേണ്ട, ഗുണവധികാരം വേണ്ട. ഈ പച്ച മുതലാളി എല്ലാം എന്നോട് പറഞ്ഞു. ഏതവനാടി പുതിയ കഥാപാത്രം? അരക്കളം വേദി. ചോദിച്ച കേട്ടില്ലടി നിന്റെ ആരാണെന്ന്? ആ പുളുന്താ നിന്റെ ഞാൻ ആരാണെന്ന് പറ തങ്കമേ. ഹൃദയേശ്വരനാണെന്ന് ധൈര്യമായിട്ട് പറ. അയാൾ എന്റെ ആരുമല്ല. പിന്നെ കരക്കാരെല്ലാം പറയുന്നത് നിനക്ക് അയാളോട് പ്രേമാണെന്ന്. എനിക്ക് പ്രേമമുണ്ട്, പക്ഷെ അതാ ബേബിച്ചിനോടല്ലെന്നേ. അയാൾ ആര്? മുഴുക്കള്ളൻ, വെറും മോഷ്ടാവ്, തസ്കര പരമ്പര. അവനൊക്കെ പ്രേമിക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ നാണുവേട്ടാ? എന്റെ മനസ്സിൽ നാണുവേട്ടം മാത്രമേ ഉള്ളൂ. അന്ന് നാണുവേട്ടന്റെ ഹൃദയം കാണാനുള്ള പ്രായം എനിക്കുണ്ടായിരുന്നില്ല. അതാ റേപ്പ് ചെയ്യാൻ വന്നപ്പോ ഞാൻ വെട്ടിയത്. നാണുവേട്ടന് ഒരു വാക്ക് പറ, ഇന്ന് തന്നെ ഞാൻ ആ പെരുങ്കള്ളനെ വെട്ടാം. ബേബീനെ നിനക്ക് വെട്ടാൻ പാകത്തിന് ഞാൻ നിന്ന് തരാടി വഞ്ചകി. എടാ കാർഗിൽ നാരായണ പരമതണ്ടി, നിന്നൊരു ചോദ്യം വിളിച്ചിട്ട് ഇറങ്ങി വേടാ ഉണക്ക ചട്ടമ്പി. രണ്ടിന്റെ അന്ത്യകൂതാശ അന്ത്യകൂതാശ. എടീ ചീമൊട്ടത്തങ്ക വിളിച്ചിട്ട് വാടി നിന്നെ മറ്റവരെ. വേണ്ട മോളെ, എല്ലാം ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. തിന്നാൻ വന്നതല്ലെങ്കിലും മറ്റൊരുത്തനെ കൊണ്ട് തീറ്റിക്കാലെന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. നാക്കിയാണേലും നീ ഡീസന്റ് നാരായണ. ഹീസ് നോട്ട് എ റേപ്പിസ്റ്റ്, ജസ്റ്റ് എ ഗുണ്ട. പക്ഷെ നീ അതല്ല. രണ്ട് കാമുകന്മാരുടെ കിടന്ന് വളവള കളിക്കുന്ന വുമൻസ് ലീഗ് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ്. അതാണ് നീ. I love you da. I love you da. നീ ഇപ്പം പറഞ്ഞേ, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. അടാൻ കെട്ടിയതില്ല, അത്രയ്ക്ക് അങ്ങ് മോഡേണാവണ്ട. I love you baby ചായ. എടാ കാർഗിൽ നാരായണ തെണ്ടി, എന്റെ കാര്യത്തിൽ നിനക്കിനി യാതൊരു പ്രതീക്ഷയും വേണ്ട. ഇറങ്ങി പോടാ പട്ടി എന്റെ വീട്ടിൽ നിന്ന്. മതിയോ? പിന്നെ പ്രേമിക്കുന്ന പെണ്ണിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാടി ഈ തടിയും മണ്ണൊക്കെ? എടാ കാർഗിൽ നാരായണ.
വേറൊരു സാധാ അണ്ടർവേൾഡുകാരനായ എന്റെ കയ്യിൽ നിന്ന് നിനക്ക് തലയുരാൻ പറ്റുന്നില്ല. നീയൊക്കെ അതിർത്തി സംരക്ഷിക്കാൻ പോയ ഇന്ത്യയുടെ ഗതി എന്താവൂടാ? സത്യം പറടാ, നിനക്ക് എന്തായിരുന്നു കാർഗിൽ? പിന്നെ ഞാൻ ചായ കടക്കാരനാ. കാർഗില്ലോ? കാസർഗോഡ്. അപ്പൊ അത് കാർഗിൽ എന്നുള്ളത് ചായക്കടയുടെ പേരാ. നീ ഇത് ഇങ്ങനെ കാണിക്കുമ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ചായക്കട ഗ്ലാസ് കഴുകലായിരുന്നു. അയ്യേ തങ്കമണി, നിനക്ക് ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു ചാൻസ് കൂടെ തരാം. തുറന്ന് പറഞ്ഞോണം. ആരോഗ്യമില്ലാത്ത ആ ചായക്കടക്കാരനെ വേണോ അതോ തീർന്നായ എന്ത് വേണോ? എനിക്ക് എന്റെ തസ്കരനെ മതി. ഞാൻ നിക്കണ പോണാ. നീ വന്നേ തരണം. പോയി നല്ല ധന്വന്തരം കുഴമ്പ് പിടിച്ചൊന്ന് തേച്ചു കുളി. തങ്കമണി ഇവിടെ വെച്ചോ. എന്തിനാ? തങ്കമണിയുടെ മുകളിൽ നിനക്കൊരു അവകാശമില്ല. പോയിക്കോ. ബേബിച്ചായോ? ഓ, നമ്മൾ എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞില്ല. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ വലിയ ചോദ്യം പറച്ചൊന്നും ഉണ്ടാകുകയല്ല. ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചിലത് അങ്ങോട്ട് ചെയ്യും. നീ അതൊക്കെ അങ്ങോട്ട് അനുസരിക്കുക, അത്ര. ഇടയ്ക്കൊക്കെ നീ പറയുന്നത് ഞാൻ അനുസരിച്ചോളാം. നമ്മൾ മാത്രമുള്ളപ്പോ. പക്ഷെ അത് പുറത്താരോടും പറയരുത്, സീക്രട്ട് ആയിരിക്കണം. ഇക്ബാലാണോടാ? ഞാനാ. നീ നമ്മുടെ സബ് രജിസ്ട്രാറെ ഒന്ന് പോക്കണം. അതെ, ഓക്കെ. തിയേറ്ററിലോട്ട് കൊണ്ടുവന്നാ മതി. ഒന്നുമില്ലടാ, ഞാൻ കല്യാണം കഴിക്കാൻ പോകും. അത്യാവശ്യം വേണ്ട ചട്ടവട്ടങ്ങൾ റെഡിയാക്കാൻ മീനോട് പറ. വെക്കട്ടെ, ഞങ്ങളിപ്പോ എത്തും. ശരി, ഓക്കെ. വായടക്കടി, ഈച്ച കയറും. കർത്താവിനെ മെഴുകുതിരി, ഗുരുവായൂരപ്പന് നെയ്വിളക്ക്. ഈ നിസാര കാര്യത്തിന് പോലും യോജിപ്പില്ലല്ലോ എന്റെ ഭഗവാനെ. ഇനി ഒപ്പിടാം. അതിനു മുമ്പൊരു കാര്യം, രണ്ടുപേരോടായിട്ട്. ബേബിച്ച, നീ കിഴക്കോട്ട് തിരിഞ്ഞു തൊഴണം. പള്ളി അവിടെയാ. തങ്കമണി, അമ്പലം പടിഞ്ഞാറ്. ഒരു നല്ല കാര്യം ചെയ്യാൻ പോവാ. ശുഭം വരുത്തണേന്ന് പ്രാർത്ഥിക്കേ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെയും ബന്ധുക്കളെയും കൂടെ മനസ്സിൽ ധ്യാനിച്ചോ. എനിക്ക് ജീവിച്ചിരിക്കുന്ന ബന്ധുവായിട്ട് കാർഗിൽ നാരായണായിട്ട് മാത്രമേ ഉള്ളൂ. നാളോട്ടിനെ ധ്യാനിച്ചോട്ടെ. ഇവള് തൊഴി കൊണ്ടേ ജീവിതം തുടങ്ങൂ മീനു. ചുമ്മാ ഇരുടാ. മതി, പ്രാർത്ഥനയും ധ്യാനം ഒക്കെ മതി. ഇനി ഒപ്പിടാം. ഇവിടെ അടുത്ത നീയാ. വാ മോളെ, ഇതാണ്ട കുരുത്തു എന്ന് പറയുന്നത്. വാ മോളെ, ഒപ്പിട്. വാ. ഇനി പ്രായപൂർത്തിയായ രണ്ട് സാക്ഷികൾ വേണം. ഒരാളെ ഞാനിടാം. അടുത്തത് ഞാനിടാം. ഇവന്മാർക്ക് മാല ഉണ്ടല്ലോ. ഇനി താലി കെട്ട്. എന്നാ കെട്ടിക്കോ. എന്നാ പിന്നെ ഞാനങ്ങ് ഇറങ്ങട്ടെ. ബാലു സാറിനെ കൊണ്ടുവന്നു. ശരി. ഇനി എങ്ങനെയാ കാര്യങ്ങൾ? ഇനിയിപ്പം വീട്ടിലോട്ട് ചെന്നാ അവരുടെ വക ചോദ്യവും പറച്ചോളൂ, അതൊക്കെ പാടാ. ഞങ്ങൾ ഈ തിയേറ്ററിൽ തന്നെ അങ്ങ് കൂടിയാലോ എന്ന് ആലോചിക്കാം. ഇവിടെ ആകുമ്പോ ഞങ്ങളൊരു പടമൊക്കെ കണ്ടല്ലേ തങ്കമണി? മക്കു, ഷോലയല്ലാത്ത കാണാൻ കൊള്ളാവുന്ന വല്ല പടത്തിനെ പെട്ടി ഇരിപ്പുണ്ടോടാ? പടം കാര്യം 2-3 ഉണ്ട്. എന്നാലും സിറ്റുവേഷന് കൊള്ളാവുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഇടട്ടെ. വൃത്തി കേട്ടവനെ. ഞാൻ എന്താ ഒന്നും അറിയത്തില്ല കുഞ്ഞാണോ? ഡ്രൈവിംഗ് സ്കൂൾ അതേത് പാടാ ഡ്രൈവിംഗ് സ്കൂള്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നീ അത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അതേ മീനാമച്ചി, ഒരു സ്റ്റണ്ട് പടവാ. സ്റ്റണ്ട് പടവോ? എന്ന് എനിക്ക് കാണണ്ട, ഞാൻ വരട്ടെ. എടാ മനസ്സാക്ഷിയില്ലാത്ത മഹാഭാവികളെ, ഒന്ന് പോയി താടാ, ഒന്ന് പോടാ.